വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. പട തുടങ്ങും മുൻപേ പടനായകൻ പരാജയം സമ്മതിച്ചതായും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. LDF ആരെങ്കിലും ഒരാളെ തപ്പിപ്പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് BJP-യുടേതാണ്. മത്സരിക്കേണ്ട എന്ന ഭീരുത്വം കലർന്ന നിലപാട്. വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രാജീവ് ചന്ദ്രശേഖരന് പുറത്തു പറയുന്നത്. പട തുടങ്ങും മുൻപേ പടനായകൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 17,500 വോട്ട് താമര ചിഹ്നത്തിൽ വീണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ടായിരിക്കും BJP നേതൃത്വം സ്വീകരിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, BJP-യുടെ കേരളത്തിലെ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം താഴോട്ടാണ് എന്ന സത്യം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ്. ഗണ്യമായ തോതിൽ ക്രൈസ്തവ വോട്ടുള്ള നിലമ്പൂരിൽ ക്ഷീണം സംഭവിച്ചാൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വഖഫ് അമെൻഡ്മെന്റ് ആക്ട് എടുക്കാച്ചരക്കായി മാറും. കപട ദേശീയതയും നിലമ്പൂരിൽ വില പോവില്ല. നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാലും 2024 നേടിയ 17,500 വോട്ട് പോയിട്ട് അതിന്റെ പകുതി നേടാൻ BJP-ക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പിന്നെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോടികൾ ചിലവാക്കി നടത്തിയ PR വർക്ക് കല്ലത്തായി പോകും എന്ന ഭയം BJP-ക്കുണ്ട്. അതിനാൽ നിലമ്പൂരിലെ BJP പ്രവർത്തകരെ വിധിക്ക് വിട്ടുകൊടുത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മുങ്ങാനാണ് BJP-യുടെ ശ്രമം. ഏതെങ്കിലും സ്വതന്ത്രനെ കണ്ടെത്തി പിന്തുണ നൽകി തടിയൂരാനും ശ്രമിക്കുന്നുണ്ട്. പോസ്റ്റർ ഒട്ടിക്കാൻ മൈദ വാങ്ങാൻ പണമില്ലാതിരുന്ന കാലത്തും കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാത്ത കാലത്തും BJP കേരളത്തിലുടനീളം മത്സരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു നേതാവും തിരഞ്ഞെടുപ്പ് അപ്രസക്തമാണ് എന്ന കാരണം പറഞ്ഞ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും ഒളിച്ചോടിയിട്ടില്ല. ലാഭം മാത്രം നോക്കുന്ന കച്ചവടക്കാരനെ പ്രസിഡന്റാക്കിയാൽ ഇങ്ങനെയിരിക്കും. BJP തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക എന്നത് LDF-ന്റെ ആവശ്യം കൂടിയാണ്. BJP-യുടെ വോട്ടുകൾ CPM-ന് നൽകാനായി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. എന്നാൽ പാലക്കാട് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ വലിയ തിരിച്ചടി CPM-BJP അവിശുദ്ധ ബാന്ധവത്തിന് നിലമ്പൂർ ജനത നൽകുമെന്ന് നേതാവ് ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു. അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഇടഞ്ഞ PV അൻവറിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. UDF-മായി സഹകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. UDF-നായി പ്രചരണത്തിനിറങ്ങുന്ന കാര്യവും അൻവർ തീരുമാനിക്കട്ടെ എന്നും UDF നിലപാട് അതിനുശേഷം പറയാമെന്നും സതീശൻ പറഞ്ഞു. അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ്. താൻ ഇപ്പോഴും UDF-ന്റെ ഭാഗമല്ലെന്നും UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് ചോദിച്ചാൽ തന്റെ നിലപാട് പറയുമെന്നുമാണ് PV അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. UDF ആകുന്ന ബസ്സിനകത്തും കോണിപ്പടിയിലും പുറത്തും സഞ്ചരിക്കാൻ തയ്യാറാണ്. തീരുമാനമെടുക്കേണ്ടത് UDF നേതൃത്വമാണെന്നും പ്രതീക്ഷയുണ്ടെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. UDF-ന്റെ ഭാഗമല്ലാത്തിടത്തോളം തന്റെ അഭിപ്രായം പറയും. UDF-ന്റെ ഭാഗമാകുമ്പോൾ തനിക്കും UDF-ന്റെ അഭിപ്രായമായിരിക്കും. ഈ നിമിഷം വരെ താൻ UDF-ന്റെ ഭാഗമായിട്ടില്ലെന്നും നിലമ്പൂർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. തങ്ങളൊരു ചിഹ്ന പാർട്ടിയാണെന്നും എപ്പോഴും പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.